ഒരു ദിവസത്തെ സോളാർ പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് സോളാർ മീറ്റർ പരിശോധിച്ചിട്ട് നമ്മൾ കണക്കൂട്ടാൻ പോകുന്നതാണ്. ഇത് നമ്മൾ സോളാർ മീറ്റർ പരിശോധിക്കാനായിട്ട് റീഡിങ് ചെക്ക് ചെയ്യുന്നതാണ്. സമയം 6:30, 6:31 സമയം. ആ സമയത്താണ് നമ്മൾ സോളാർ മീറ്റർ പരിശോധിക്കുന്നത്. 8/6/2026 6:31 നമ്മൾ സോളാർ മീറ്ററിൽ എത്ര റീഡിങ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. ഇത് വോൾട്ടേജാണ്. ഇത് കാണിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മൊത്തം പ്രൊഡക്ഷൻ എത്രയുണ്ടെന്നുള്ളത് മീറ്ററിൽ കാണിക്കുക. ഇതിനൊക്കെ ശേഷമായിരിക്കും മീറ്ററിൽ കാണിക്കുക എത്ര മീറ്റർ ടോട്ടൽ ഇതുവരെ നമ്മൾക്ക് പ്രൊഡക്ഷൻ നടത്തി. 6712 യൂണിറ്റാണ് ഇതുവരെയും സോളാർ പാനൽ വെച്ച പിന്നെ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ടാകുക. അതായത് 8-ാം തീയതി 6:30-31 വരെ 6712 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വൈകിട്ടാണ്. ഈ മീറ്റർ തന്നെ വൈകിട്ടുള്ള റീഡിങ്ങാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയമായിരിക്കും കാണിക്കാൻ പോകുന്നത്. ആ സമയത്താണ് ഞാൻ ഈ മീറ്റർ റീഡിങ് വീണ്ടും എടുക്കുന്നത്. 18:11, അതായത് വൈകുന്നേരം 6:11 ഇപ്പോൾ വീണ്ടും റീഡിങ് എടുക്കുക. 8/6/2026 തന്നെ വൈകിട്ട് 6:11 എടുത്ത റീഡിങ്ങാണ് ഇനിയും കാണിക്കുന്നത്. ഇത് വോൾട്ടാണ്. ഇതിനൊക്കെ ശേഷമായിരിക്കും ഉൽപ്പാദനം കാണിക്കുക. പവർ ഫാക്ടറൊക്കെ കാണിച്ചതിന് ശേഷമായിരിക്കും ഉൽപ്പാദനം കാണിക്കുക. ഇപ്പോഴും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ 6717 യൂണിറ്റാണ് മൊത്തം ഉൽപ്പാദിപ്പിച്ചത്. അതായത് വെറും 5 യൂണിറ്റ് മാത്രമാണ് ഉൽപ്പാദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും ഇപ്പോൾ നെറ്റ് മീറ്ററാണ്. നമ്മൾ രാവിലെ നെറ്റ് മീറ്റർ റീഡിങ് നോക്കുകയാണ്. 8-ാം തീയതി രാവിലെ നമ്മൾ നെറ്റ് മീറ്റർ റീഡിങ് നോക്കിയതാണ് ഈ കാണിക്കുന്നത്. 8-ാം തീയതി രാവിലെ നെറ്റ് മീറ്റർ റീഡിങ് എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് മീറ്ററിൻ്റെ നമ്പറാണ്. നെറ്റ് മീറ്ററിൻ്റെ, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും രേഖപ്പെടുത്തുന്ന മീറ്ററാണ്. സോളാർ പാനൽ വെച്ചേക്കുന്നിടത്ത് 8-ാം തീയതി 8/6/2026 6:39 രാവിലെ 6:39 എടുക്കുന്ന റീഡിങ്ങാണ്. വോൾട്ടേജ് ഒക്കെ കാണിച്ചതിന് ശേഷമായിരിക്കും റീഡിങ് കാണിക്കുക. വോൾട്ടേജ് ഇപ്പോൾ കാണിക്കുന്ന വോൾട്ടേജാണ്. ഇത് ആംബിയറാണ്, 1 ആംബിയറാണ്. പിന്നെ അടുത്ത് ഇനി ഹെർട്സ് കാണിക്കും, കറണ്ടിൻ്റെ ഹെർട്സ് കാണിക്കും, പവർ ഫാക്ടർ കാണിക്കുക. അതെല്ലാം ശേഷമാണ്. ഇത് 50 ഹെർട്സാണ്. നമ്മുടെ സാധാരണ കറണ്ടിൻ്റെ ഹെർട്സ് 50 ആയിരിക്കും, അല്ലെങ്കിൽ 49.9 ഒക്കെ കാണിക്കും. പവർ ഫാക്ടർ 1 വരേണ്ടത്, 9.2 കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0.29 യൂണിറ്റ് kWh ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ആദ്യം മൊത്തം ഇമ്പോർട്ട് ചെയ്തേക്കണേ. സോളാർ വെച്ചതിന് ശേഷം ഇമ്പോർട്ട് ചെയ്തേക്കണ യൂണിറ്റ് ഇനിയായിരിക്കും കാണിക്കുക. 4167 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് മനസ്സിലാക്കുന്നത് ആരോ റൈറ്റിലേക്കാണ്. ആരോ റൈറ്റിലേക്ക് ആയതുകൊണ്ടാണ് അതാണ് ഇമ്പോർട്ട് ചെയ്തേക്കണേ മൊത്തം കാണിക്കുന്നത്. ഇനി ഓരോ ടൈം സോണിൽ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് കാണിക്കും. 3 ടൈം സോണിലായിട്ടാണ് തിരിച്ചേക്കുന്നത്. 6 തുടങ്ങി 6 വരെ, 6 തുടങ്ങി 10 വരെ, 10 തുടങ്ങി രാവിലെ 6 വരെ. 1081 യൂണിറ്റാണ് പകൽ ടൈം സോണിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കണേ. 1186 യൂണിറ്റാണ് ടൈം സോൺ 2 ഇമ്പോർട്ട് ചെയ്തേക്കണേ. 1899 യൂണിറ്റാണ് ടൈം സോൺ 3 8-ാം തീയതി 6 വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. ഇത് എക്സ്പോർട്ട് ചെയ്തതാണ്. റൈറ്റിലേക്ക് ആരോ കാണിച്ചിട്ടുണ്ട് എക്സ്പോർട്ട് ചെയ്തത്. 5072 യൂണിറ്റാണ് എക്സ്പോർട്ട് ചെയ്തതാണ്. അത് പകൽ മാത്രമാണ് പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടൈം സോണിൽ ചിലപ്പോൾ ഒരു യൂണിറ്റൊക്കെ കാണിച്ചാൽ അടുത്ത ടൈം സോണിൽ അതിൽ കൂടുതൽ കാണിക്കില്ല. കാരണം രാത്രി പ്രൊഡക്ഷൻ, സോളാർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം എക്സ്പോർട്ട് ചെയ്ത് 5072 യൂണിറ്റ് അല്ലെങ്കിൽ 5071 യൂണിറ്റ്. ഇനിയും ഇപ്പോൾ നമുക്കറിയാം ഇമ്പോർട്ട് ചെയ്തേക്കാൻ കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് എത്ര എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇനി കാണിക്കും. 8-ാം തീയതി വരെയും നെറ്റ് എത്ര എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. 8-ാം തീയതി 905 യൂണിറ്റാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസത്തെ അതായത് നെറ്റ് മീറ്ററിൻ്റെ 9-ാം തീയതി രാവിലെ, അതായത് രാത്രിയുടെ കൺസപ്ഷൻ കഴിഞ്ഞോട്ട് നമുക്കറിയാലോ. അപ്പോഴാണ് നമ്മൾ ആ ദിവസം തലേദിവസം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ആൻഡ് നമ്മൾ റീഡിങ്ങിനുള്ള സമയം നെറ്റ് മീറ്ററിൽ കാണിക്കും. ഇത് നെറ്റ് മീറ്ററിൻ്റെ നമ്പറാണ്. ഇത് 9-ാം തീയതി സമയം ഇപ്പോൾ കാണിക്കും. 9-ാം തീയതി എടുക്കുന്ന നമ്മൾ റീഡിങ് എടുക്കുന്ന ഡേറ്റാണ് കാണിച്ചത്. സമയം 6:36.
രാവിലെ 6:36 ഈ റീഡിങ് എടുക്കുന്നത്. 6:36 ഇത് വോൾട്ടാണ് കാണിക്കുന്നത്. വോൾട്ടും ആംബിയറൊക്കെയും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഉപയോഗിച്ചേക്കണ കാണിക്കുക. ഇത് ആംബിയറാണ്, ഇപ്പോൾ ലൈനിലുള്ള ആംബിയറാണ് കാണിക്കുന്നത്. ഇത് ഹെർട്സാണ്, 50 ഹെർട്സാണ്. സാധാരണ 49.9 അല്ലെങ്കിൽ 50 ഹെർട്സാണ് ഇലക്ട്രിസിറ്റിയിൽ വരാറ്. പവർ ഫാക്ടറാണ് 1 വരേണ്ടത്. 9.94 ഉണ്ട്. ഇത് 3.3 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കൺസംഷൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടില്ലല്ലോ. നമ്മൾ രാവിലെ 6:00 ഉള്ളൂ. സോളാർ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടില്ല. ഇനിയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കണ ഇന്ന് രാവിലെ വരെ ഇമ്പോർട്ട് ചെയ്തേക്കണ യൂണിറ്റ് കാണിക്കും. 4172 യൂണിറ്റാണ് ഇമ്പോർട്ട് ചെയ്തത്. തലേദിവസം 4167 ആയിരുന്നു. അതായത് 5 യൂണിറ്റ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ 5 യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 5 യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തത് എത്രയാണെന്ന് പിന്നീട് നമുക്ക് നോക്കാം. ഇതിനകത്ത് തന്നെ കാണിക്കും. 1081 യൂണിറ്റ്. ഇപ്പോൾ 1081 ആയിരുന്നു തലേദിവസം. അപ്പോൾ 2 യൂണിറ്റ് പകൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 1186 1 യൂണിറ്റ് ഉപയോഗിച്ചു ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് 5072 ആയിരുന്നു. ഇപ്പോൾ 5076. അതായത് 4 യൂണിറ്റ് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്തതുള്ളൂ. 5 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചതിൽ 4 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കയറ്റി വിട്ടേക്കണതിൽ കുറവ് കാണിക്കും. അതായത് നമ്മൾ 5 യൂണിറ്റ് മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്ത് 4 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചേക്കണതിൽ 1 യൂണിറ്റ് കുറവ് കാണിക്കും. കഴിഞ്ഞ ദിവസം 8-ാം തീയതി നമുക്ക് രാവിലെ കാണിച്ചത് 905 യൂണിറ്റായിരുന്നു മിച്ചം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അത്രയും മിച്ചം ഉണ്ടാവില്ല. ഏപ്രിലിൽ കണക്ക് ടാലിയായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കറണ്ട് ആവശ്യം കൂടുതൽ വരുന്നതായിരിക്കും.